ഇതില് ഒരു 6 യോഗാസന വെച്ചിട്ടുണ്ട്. അപ്പോ യോഗ മെന്റലിസം ചെയ്യണമെന്നല്ലേ പറഞ്ഞ ചേച്ചി. ഈ 6 യോഗാസനകളെ ചേച്ചിക്ക് റാൻഡം ആയിട്ട് അത് ഏത് വേണോ എവിടെ വെക്കണോ എന്നുള്ളതൊക്കെ ചേച്ചിയുടെ ഇഷ്ടം. അത് ഇവിടെ ഇങ്ങനെ നിരത്തി വെക്കാം 6 എണ്ണം. ഒന്നാമത്തത് ഏറ്റവും മുകളിൽ 2, 3, 4, 5, 6 എന്ന് ചേച്ചി കമഴ്ത്തി വെക്കണം. വെച്ചിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ആസനം ചേച്ചി മനസ്സിൽ വിചാരിച്ചിട്ട് ആ ആസനം എത്രാമതാണോ ഇരിക്കുന്നത്, ഒന്നാമതാണെങ്കിൽ 1, രണ്ടാണെങ്കിൽ 2, മൂന്നാണെങ്കിൽ 3 എന്നുള്ളത് വെക്കണം. അപ്പൊ ഞാൻ എൻ്റെ കയ്യില് എനിക്ക് നോക്കാം ഇത്. ഇപ്പൊ നോക്കാം. എൻ്റെ കയ്യിലൊരു ഡയസ് ഉണ്ട്. ഇത് ഡയസിന് എത്ര വശങ്ങളാ ഉള്ളത്? 6. അപ്പം ഈ ഡയസില് 6 വശങ്ങളിൽ ചേച്ചി ഇപ്പൊ ഒന്നാമതിരിക്കുന്ന യോഗാസനമാണ് മൈൻഡിൽ വെക്കുന്നതെങ്കിൽ 1 എന്നുള്ളത് മുകളിൽ വരുന്ന രീതിയിൽ ഇതിനകത്തിടണം. ഇട്ടിട്ട് അടച്ചിട്ട് എൻ്റെ കയ്യിൽ തരണം. അപ്പം ഞാൻ കാണുന്നില്ലല്ലോ, അടച്ചിട്ട് തരണം. അതേസമയം 2 അങ്ങനെ വിചാരിക്കുന്നെങ്കിൽ രണ്ടാമത്തത് അടച്ചിട്ട് അങ്ങനെ എൻ്റെ കയ്യിൽ തരണം. ഓക്കെ. ഡൈസ് തന്നിട്ടുണ്ട് ചേച്ചിയുടെ ഒരു ബോക്സും തന്നിട്ടുണ്ട്. അതിങ്ങനെ അടുക്കിയിട്ട് ചേച്ചി അത് ഡൈസ് ഇട്ടിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നാൽ മതി. ഡൈസ് ഇട്ടോ. അപ്പോ ഇതൊരു ഡൈസ് ആണ് ചേച്ചി. അത് ഡൈസ് ഞാൻ കാണാതെ ഇതിനകത്തിട്ടു. അത് ഞാൻ വീണ്ടും വേറൊരു ബോട്ടിനകത്തോട്ട് ഇട്ടു, അടച്ചു. ഇനി ഇതിൽ എവിടെയെങ്കിലും അത് അറിയാൻ പറ്റുമോ ഡൈസ്? ഓക്കെ. ഈ ഡൈസിന്റെ ഉള്ളിൽ കിടക്കണ ഇത് ചേച്ചിയുടെ മൈൻഡിലും ആണ് അറിയാൻ പറ്റുന്നത്. ഇത് എത്രാമത്തെ നമ്പറാണ് ചേച്ചി കൗണ്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ. എൻ്റെ കണ്ണിലേക്ക് നോക്കിക്കോ, ഈ ബോട്ടിലേക്ക് നോക്ക്, എൻ്റെ കൈകളിലേക്ക് ഒന്ന് തൊട്. ഇത് കയ്യിൽ വെച്ചു. ആറാമത്തെ അശ്വസഞ്ചലനാസനമാണ് ചേച്ചി ഗസ് ചെയ്തത്. കറക്റ്റ് തന്നെ, 6ാമത്തത്. ഓക്കെ. അശ്വം എന്ന് വെച്ചാൽ കുതിരയാണ്. കുതിര കുതിക്കാൻ നിൽക്കുന്നത് പോലെയുള്ള ആസനമാണ് അശ്വസഞ്ചലനാസനം. ഇത് നമ്മൾ സൂര്യ നമസ്കാരത്തിൽ ചെയ്യുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ. അത് ഇപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാനുള്ള സൗകര്യക്കുറവുകൊണ്ട് അശ്വസഞ്ചലനാസനം ചെയ്യുന്നില്ല. നമ്മുടെ ബോണൊക്കെ നല്ല ഫ്ലെക്സിബിൾ ആവാനും ബോഡി ചെയ്യാറുണ്ട് സൂര്യ നമസ്കാരം. അശ്വസഞ്ചലന അതാണ് അത് സെലക്ട് ചെയ്തത്. എന്നാലും ഇങ്ങനെ പ്രഡിക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അശ്വസഞ്ചലനാസനം ചെയ്യുന്നത് ഇഷ്ടമാണോ? അശ്വസഞ്ചലനാസനത്തിൽ നിന്നിട്ട് നമ്മൾ ആ ബ്രീത്തും കൺട്രോൾ ചെയ്ത് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഫീല് നമുക്ക് കിട്ടാറുണ്ട്. ഞാനൊക്കെ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഓമെന്നോ അല്ലെങ്കിൽ ഫ്ലൂട്ടോ എന്തെങ്കിലും മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നമ്മൾ ആ ആസന ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലാണ്. എക്സ്പെഷ്യലി നമ്മളിങ്ങനെ ഓപ്പൺ എയറിൽ വെച്ചിട്ട് എടുക്കുക, നല്ലൊരു ആംബിയൻസിൽ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഗുണമാണ്. ഇനി അപ്പം അങ്ങനെ ഓപ്പൺ എയറിൽ നിന്ന് ചെയ്ത് നോക്കണം.